ഹരിചന്ദ്രന്റെ പിതാവ് അങ്ങ് തൃശ്ശങ്കൊന്ന് വിളിച്ച സത്യവ്രതൻ, അദ്ദേഹം നമ്മുടെ കുടുംബത്തിന് ഉപകാരം ചെയ്തവനാണ്. നമ്മോടൊന്നും പ്രതിബദ്ധത കാത്തുസൂക്ഷിച്ചവനാണ്. അതിൻ്റെ നന്മയാണ് നമ്മിലൂടെ അയാൾക്ക് കൈവന്നത്. പക്ഷേ സത്യവ്രതൻ നമ്മോട് കാണിച്ച സ്നേഹവിശ്വാസത്തിന്റെ കണിക പോലും ഹരിചന്ദ്രൻ കാണിച്ചിട്ടില്ല. അതെ മഹർഷി, അതെ, അങ്ങ് പറയുന്നത് സത്യമാണ്. ഹരിശ്ചന്ദ്രനെല്ലാം വസിഷ്ഠനാണ്. വസിഷ്ഠന്റെ വാക്കിനപ്പുറം ഹരിശ്ചന്ദ്രന് ഒന്നുമില്ല. സ്വപിതാവിന് ഉപകാരം ചെയ്ത മഹാഋഷിയായ അങ്ങയെ ഒന്ന് വന്ന് കാണുക പോലും ചെയ്യാത്തത് അതുകൊണ്ടല്ലേ? ആദരിക്കേണ്ടവരെ അനാദരിച്ചാൽ ഹരിചന്ദ്രൻ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. മഹർഷേ, നമുക്കല്പ ധൃതിയുണ്ട്. നാരായണ നാരായണ. വദനികെ, അദ്ദേഹം ഇപ്പോൾ ഗംഗാതീരത്ത് ഏകനായി തപസ്സിൽ മുഴുകിയിരിക്കാവുമല്ലേ? അതെ മഹാറാണി. തപസ് ചെയ്യുന്ന മഹാരാജാവിന് അംഗരക്ഷകരോ ആഡംബര ചിഹ്നങ്ങളോ നിഷിദ്ധമാണല്ലോ. എങ്കിൽ ഞാനും ഈ ആഭരണങ്ങൾ അഴിച്ചു മാറ്റിയേക്കാം. എന്നിട്ട് മഹാരാജാവിന്റെ തപോ വിജയത്തിനു വേണ്ടി പൂജയും ധ്യാനവും ആരംഭിക്കാം. തീർച്ചയായും അത് ഗുണകരമായിരിക്കും മഹാറാണി. പ്രചോദ വരുണപാശി യാദസാം പതിരപതി പാശധാരീ ജലാധീശ സലിലേശ ജലാധിപ പാഹി പാഹി വരുണദേവാ പാലയതി പാലക വംശദീപം തെളിയുവാനാ വന്നടിത്താർ കൂപ്പിനെ നിൻ കൃപാനാളമേറ്റെന്റെ സന്തതിത്താർ വിടരണേ.
ഹരിചന്ദ്ര, കണ്ണു തുറന്നാലും നാം നിന്റെ തപസ്സിൽ സംപ്രീതനായിരിക്കുന്നു. വരുണദേവ, പ്രണാമം. അങ്ങ് എന്നിൽ സംപ്രീതനായതിൽ അങ്ങയ്ക്ക് ശതകോടി പ്രണാമം. ധർമ്മജ്ഞനായ രാജാവേ, അങ്ങക്ക് എന്തു വരമാണ് വേണ്ടത്? ചോദിച്ചുകൊള്ളൂ. ദേവ, പുത്രശോകാർത്തനാണ് ഞാൻ. ഒരു പുത്രനില്ലാത്തതിന്റെ ശോകം. ആ ശോകം തീരാൻ അങ്ങ് കനിയണം. ഒരു സൽപുത്രനുണ്ടാകാനുള്ള വരം തന്ന് അങ്ങ് എന്നെ അനുഗ്രഹിക്കണം. ഹരിചന്ദ്ര, അങ്ങ് ഇച്ഛിക്കുന്നത് പോലെ ഒരു ശ്രേഷ്ഠപുത്രൻ പിറക്കാൻ നാം അങ്ങയ്ക്ക് വരം നൽകിയാൽ, അങ്ങനെ ഒരു പുത്രൻ പിറന്നു കഴിഞ്ഞാൽ അങ്ങ് പകരം എനിക്ക് വേണ്ടി എന്ത് കർമ്മമാണ് അനുഷ്ഠിക്കുക? പ്രഭു, അങ്ങ് ദേവനാണ്. ദ്വാദശാദിത്യന്മാരിൽ ഒരാളാണ്. പശ്ചിമദിക്കിന്റെ ദിക്പാലകനാണ്. ജലദേവനാണ്. അങ്ങയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെനിക്ക്? പറഞ്ഞാലും. എന്താണ് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്? പറയാം. അങ്ങയ്ക്കൊരു സൽപുത്രൻ ജനിച്ചു കഴിയുമ്പോൾ ആ പുത്രനെ ബലി നൽകി എനിക്ക് യാഗം നടത്തണം. അത് ചെയ്യുമെങ്കിൽ ഒരു സൽപുത്ര ജനനത്തിനുള്ള വരം ഞാൻ അങ്ങയ്ക്ക് നൽകാം. അത് സാധിക്കുമോ? പ്രഭു, ഒരു പുത്രനില്ലാത്തതിന്റെ ശോകം ഇന്നെന്നെ വല്ലാതെ അലട്ടുന്നു. പുത്രനുണ്ടാകാൻ വേണ്ടി എന്തും ത്യജിക്കാനുള്ള മനസ്സുണ്ടെനിക്ക്. അതുകൊണ്ട് പ്രഭു, അങ്ങയുടെ ഈ ആവശ്യം നാം അംഗീകരിക്കാം. അങ്ങയുടെ വരദാനത്തിലൂടെ എനിക്ക് പിറക്കുന്ന പുത്രനെ യാഗധേനുവായി യൂപത്തിൽ ബന്ധിച്ച് അങ്ങയ്ക്ക് യാഗം നടത്താം. എങ്കിൽ രാജാവേ, അങ്ങ് ദുഃഖം വെടിയുക. ഏറ്റവും അടുത്ത സമൂഹൂർത്തത്തിൽ തന്നെ അങ്ങയ്ക്കൊരു സൽപുത്രനുണ്ടാകും. അതിന് ഞാൻ വരം നൽകുന്നു. എങ്കിൽ എന്റെ ജന്മം പൂർണ്ണമാകും വരുണദേവ. തഥാസ്തു. ദേവി, ശുഭവാർത്തയാണ്. നമുക്കൊരു സത്പുത്രൻ ജനിക്കും. അതിനുള്ള വരം വരുണദേവൻ നൽകിയിട്ടുണ്ട്. ഈശ്വര, സമാധാനമായി. പക്ഷേ മറ്റൊരു കാര്യമുണ്ട് ദേവി. വരുണദേവന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് പിറക്കുന്ന കുഞ്ഞിനെ യാഗധേനുവായി ബലി നൽകിക്കൊണ്ട് യാഗം നടത്തണമെന്ന് വരുണദേവൻ കൽപ്പിച്ചിട്ടുണ്ട്. വരബലം കൊണ്ട് പിറക്കുന്ന കുഞ്ഞിനെ യാഗധേനുവാക്കി ബലി നൽകാനോ? അങ്ങ് എന്താണ് ഈ പറയുന്നത്? അത് നമുക്ക് സാധിക്കുന്ന കാര്യമാണോ? നൊന്തു പ്രസവിക്കുന്ന കുഞ്ഞിനെ ബലിമൃഗമാക്കാൻ ഏതെങ്കിലും ഒരു മാതാവ് വിട്ടുകൊടുക്കുമോ? ഏതെങ്കിലും ഒരു പിതാവ് അതിന് കൂട്ടു നിൽക്കുമോ? അതെ, ഒക്കെയും വേദനയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ വരുണദേവന് ഇക്കാര്യത്തിൽ ഏറെ നിർബന്ധമുണ്ട്. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം ഒരുങ്ങില്ല ദേവി. അപ്പോൾ നമ്മൾ ആറ്റുനോറ്റ് കണി കാണുന്ന കുഞ്ഞിനെ ബലി കൊടുക്കണമെന്നാണോ? അതാണ് വരുണദേവന്റെ ആഗ്രഹം.
ഒരു സൽപുത്രന് വേണ്ടി, അതിനുള്ള വരലബ്ധിക്ക് വേണ്ടി എനിക്കതിന് സമ്മതിക്കേണ്ടി വന്നു. ഏറ്റുനോവേറ്റു പ്രസവിക്കുന്ന കുഞ്ഞിനെ ബലി നൽകുക, ശരീരത്തിലെ ഒരവയവം മുറിച്ചു മാറ്റുന്നതിനേക്കാൾ വേദന അതിനുണ്ടാവും പ്രഭു. ജന്മം കൊടുത്ത കുഞ്ഞിനെ ബലി നൽകിയിട്ട് നമുക്കെങ്ങനെ ജീവിക്കാനാവും? ദേവി, ഇപ്പോൾ അതോർത്ത് മനസ്സ് പൊണ്ണാക്കണ്ട. ആദ്യം കുഞ്ഞ് പറക്കട്ടെ, എന്നിട്ട് മതി യാഗത്തെക്കുറിച്ചും ബലിയെക്കുറിച്ചുമുള്ള ചിന്ത. വരൂ, നാം ഏറെ പരീക്ഷീണനാണ്. സ്നാനാദികൾ കഴിച്ച് അല്പം വിശ്രമിക്കണം. പതുക്കെ കിടന്നാലും മഹാറാണി. പിതാവ് വന്നിരിക്കുന്നു. കുമാര, ഹരിശ്ചന്ദ്ര, വരുണൻ, ജലത്തിന്റെ അതിദേവത, ഓർമ്മയുണ്ടോ? പ്രണാമം വരണദേവ. പ്രണാമം ഹരിശ്ചന്ദ്ര. അങ്ങയുടെ വാഗ്ദാനം ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. വരണദേവ, അങ്ങ് കാണുന്നില്ലേ, കുമാരനിപ്പോൾ കൈകാലിട്ടടിക്കുന്ന വെറും കുഞ്ഞല്ലേ. അല്പമൊന്ന് വളർന്നോട്ടെ, പല്ല് മുളയ്ക്കട്ടെ, പിച്ച വെച്ച് ഒന്ന് നടന്നോട്ടെ. അപ്പോൾ തീർച്ചയായും കുഞ്ഞിന് ഞാൻ ബലി നൽകാം. ശരി, ഞാൻ കാത്തിരിക്കാം. കുഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ വരും.
സംഘർഷ നിർഭരമാണ് ജീവിതം. ത്രേതായുഗത്തിലായാലും കലിയുഗത്തിലായാലും വിശദാംശങ്ങളിലുള്ള വ്യത്യാസം മാറ്റിയാൽ എല്ലാം സമാനമാണ്. ആ സംഘർഷങ്ങൾ ഉചിതമായി കൈകാര്യം ചെയ്യുന്നതിലാണ് മനുഷ്യൻ്റെ കഴിവ്.